ജില്ലയിലെ നിർമ്മാണ മേഖലയിലുണ്ടായിട്ടുള്ള സ്തംഭനാവസ്ഥ ഒഴിവാക്കുവാനായി പാറ, മെറ്റൽ, കല്ല് എന്നിവയ്ക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തണമെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ പറഞ്ഞു. സിപിഐ കട്ടപ്പന നോർത്ത് ലോക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പുകളടക്കം ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള കാർക്കശ്യ നിലപാടുകൾ ഒഴിവാക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുവാനുള്ള നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. സർക്കാർ ചട്ടം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി പട്ടയ വിതരണം ചെയ്യുമെന്നും സലീംകുമാർ പറഞ്ഞു. 3 ശൈലിയിൽ പട്ടയം കൊടുക്കേണ്ടതായ ഒരു വിഷയം നമ്മുടെ കട്ടപ്പനയുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രിയപ്പെട്ട സഖാക്കളോട് പറയുന്നു, 3 ശൈലിയിലെ പട്ടയം കൊടുക്കുവാനുള്ള നടപടിക്രമങ്ങൾ കേരളത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രി സഖാവ് രാജൻ മുൻകൈയെടുത്ത് ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി വരികയാണ്. വളരെ വൈകാതെ തന്നെ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചില തടസ്സങ്ങൾ മാറിയാൽ 3 ശൈലിയിലും 10 ശൈലിയിലും അടക്കമുള്ള മേഖലയിലെ കൃഷിക്കാർക്ക് ആയിരക്കണക്കിനായ മനുഷ്യരെ പട്ടയം കൊടുക്കുവാനുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം സഖാക്കളെ അറിയിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുക. മറ്റൊരു കാര്യം, നമ്മുടെ കട്ടപ്പന ടൗണിലെ വ്യാപാരികളുമായി ബന്ധപ്പെട്ട അവരുടെ ഷോപ്പ് സൈറ്റ് പട്ടയം, അത് വളരെ നീണ്ട കാലത്തെ ഒരു ആവശ്യമാണ്. ഈ ആവശ്യം കട്ടപ്പനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുമായി, സിപിഐയുടെ നേതാക്കന്മാരുമായി, കട്ടപ്പനയിലെ വ്യാപാരി സമൂഹം, വി കെ അഭിലാഷ്, ജോയിച്ചൻ ചേലോട്ട് എന്നിവർ പ്രസീഡിയം നിയന്ത്രിച്ചു. മുതിർന്ന അംഗം പി എം കുട്ടി പതാക ഉയർത്തി. പി കെ പ്രദീപ് കുമാർ, അജിത് കുമാർ എന്നിവർ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. ലോക്കൽ സെക്രട്ടറി രാജൻകുട്ടി മുതുകുളം റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.